ഹോസ്പിറ്റൽ സ്റ്റേയുടെ ഡേ 2 ആണ് കാണുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഫുഡ് കഴിക്കുക, മെഡിസിൻ എടുക്കുക, കിടക്കുക, ഇതൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ഒന്നും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ബുക്ക് വായിച്ചിട്ട് പോലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. രാവിലെ സിസ്റ്റർ വന്നപ്പോൾ പോലും ഞാൻ ഉറങ്ങാണ്ട് കിടക്കുമായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷൊക്കെ ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ ദോശയായിരുന്നെങ്കിൽ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു. ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ, ചട്നി, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോഫി ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് വേണം എനിക്ക് നെബുലൈസേഷന് വേണ്ടിയിട്ടുള്ള എനർജി സെർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹംഗാമയിലെ ഷിൻചാൻ കണ്ടപ്പോഴാണ് ഞാനൊന്ന് ഓൺ ആയത്. എനിക്ക് നല്ല ഹാപ്പി, എൻ്റെ ഫേവറേറ്റ് പ്രോഗ്രാമാണ്. അതിനുശേഷം ഞാൻ ഒരു കോഫി കൂടെ പറഞ്ഞു, കാരണം നേരത്തെ വന്നത് നല്ല തണുത്ത് പോയിരുന്നു. അങ്ങനെ ആ നെബുലൈസേഷൻ എത്തിയിട്ടുണ്ട്. നെബുലൈസേഷൻ എടുക്കുന്നവർക്ക് അറിയാം, ഇത് എടുത്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഷിവറിങ് പോലത്തെ കുറേ ടെൻഡൻസിയൊക്കെ തോന്നും. അപ്പോൾ അതിന് ഫുഡ് ഭയങ്കര മുഖ്യമാണ്. അപ്പോൾ ഞാനൊരു വാട്ടർമെലൺ ജ്യൂസ് കഴിച്ചു എൻ്റെ ഇടയ്ക്ക്. അതിനുശേഷം ഉച്ചയായപ്പോഴത്തേക്ക് കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ വന്നു, അത് കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാമെന്ന് കരുതി, കുളിക്കാമെന്ന് കരുതി. കുളിക്കുമ്പോൾ തന്നെ കുറച്ച് സമാധാനമായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം എനിക്ക് മെഡിസിൻസ് ഉണ്ടായിരുന്നു. രാത്രിത്തെ ഡിന്നർ ചപ്പാത്തിയും കറിയായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസവും തള്ളി നീക്കി.